വരദേ കാമരൂപിണീ വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർ ഭവതു മേ സദാ. ഓം സം സരസ്വത്यै നമഃ. നമസ്തേ പ്രിയമുള്ള ഡോക്ടർ മാരാജി പ്രേക്ഷകരെ, കഴിഞ്ഞ ദിവസങ്ങളിലായി മെയ് 1 മുതൽ മേടം 18 മുതൽ വ്യാഴത്തിന്റെ ചാരവശാലുള്ള സഞ്ചാരങ്ങളെ പറ്റി, മേടം, ഇടവം, മിഥുനം ഈ രാശിക്കാർക്കുണ്ടാകുന്ന ഗുണദോഷങ്ങളെ നാം വിലയിരുത്തി കഴിഞ്ഞു. നല്ല പ്രതികരണവും ചോദ്യങ്ങളുമൊക്കെ പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും വരുന്നുണ്ട്. നാം അടുത്തതായി ചർച്ച ചെയ്യുന്നത് കർക്കിടകം രാശിക്കാരെ പറ്റിയാണ്. ഒരു ആധികാരികമായിട്ട് ആ ഗ്രഹം ഉണ്ടാക്കുന്ന ഗുണദോഷങ്ങൾ എപ്രകാരം നിങ്ങളെ ബാധിക്കുന്നു, അത് പ്രാർത്ഥനയിലൂടെ എപ്രകാരം ഈ ഗുണങ്ങളെയും ദോഷങ്ങളെയും നമുക്ക് തടുക്കുവാൻ കഴിയുന്നു എന്ന ഒരു ചിന്തയാണ് ഡോക്ടർ മാരാർജി ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് വലിയ ലോട്ടറി ലക്ക് അല്ലെങ്കിൽ ധനം കൊണ്ട് കുമിഞ്ഞുകൂടും, ഇവിടെ കുബേരദേവത നിങ്ങളെ വിട്ടുപോകില്ല എന്നുള്ള ഒരു മോഹന വാഗ്ദാനവും ഡോക്ടർ മാരാർജി നൽകുന്നില്ല. ആശാനാമ നേഹാസ്തി എന്നാണ്. ആശക്കൊരിക്കലും അതിരില്ല. പരമശിവൻ പോലും വിഷ്ണുപദത്തിനെ ആഗ്രഹിക്കുന്നു. ആശ കുറഞ്ഞാൽ നമുക്ക് മാനസിക സമ്മർദ്ദം കുറയും, സന്തോഷം കൂടും, സമാധാനമായിട്ട് നമുക്ക് ഉറങ്ങുവാൻ കഴിയും. ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രാധാന്യം ഇതിനൊക്കെ നാം കൊടുക്കുക. ഏതായാലും നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. എന്താണ് ഈ കർക്കിടകം രാശിക്കാർക്ക് ചാരവശാൽ വ്യാഴം നൽകുന്ന ശുഭാശുഭങ്ങൾ എന്ന ചിന്തയാണ് നമ്മുടെ മുന്നിലുള്ളത്. പല രാശികളെ കുറിച്ചും കൃത്യമായും ലളിതമായും വിശദീകരിച്ചു കഴിഞ്ഞു. അതെ, അതുപോലെ തന്നെ നമ്മുടെ പ്രേക്ഷകർക്ക്, അതായത് ഡോക്ടർ മാരാർജിയുടെ പ്രേക്ഷകർക്ക് കർക്കിടക രാശിയെക്കുറിച്ചും വളരെ ലളിതമായി ഒന്ന് വിശദീകരിച്ചു കൊടുക്കാം. മേടം മുതൽ മീനം വരെയുള്ള 12 രാശികളിൽ 4ാമത്തെ രാശിയാകുന്നു കർക്കിടകം. ഈ രാശിക്ക് ധാരാളം പ്രത്യേകതകൾ ഉണ്ട്. ഇത് ചന്ദ്രന്റെ സ്വക്ഷേത്രമാണ്. ബൃഹസ്പതി വ്യാഴത്തിന്റെ ഉച്ചക്ഷേത്രമാണ്. അങ്കാരകന്റെ ചൊവ്വയുടെ നീചക്ഷേത്രമാണ്. സ്വക്ഷേത്രം, ഉച്ചക്ഷേത്രം, നീചക്ഷേത്രം, ഇങ്ങനെ 3 ധർമ്മങ്ങൾ വഹിക്കുന്ന ഒരു രാശിയാണ് കർക്കിടകൻ രാശി. ഈ കർക്കിടകൻ രാശിയിൽ ഉൾപ്പെടുന്ന നക്ഷത്രങ്ങൾ പുണർദം നക്ഷത്രത്തിന്റെ അവസാനത്തെ 15 നാഴിക, പൂയൻ നക്ഷത്രം, ആയില്യം നക്ഷത്രം തുടങ്ങിയ നക്ഷത്ര സമൂഹങ്ങളാണ്. 2.25 നക്ഷത്രങ്ങളാണ്. ഓരോന്നും വിശേഷപ്പെട്ട നക്ഷത്രങ്ങളാണ്. പുണർദം മിഥുനൻ രാശിയാണെങ്കിൽ മെറ്റീരിയലിസ്റ്റ് ആണ്, ഭൗതിക സുഖത്തിന്റെ ആഗ്രഹിക്കുന്നു. നേരെ മറിച്ച് കർക്കിടകം രാശിക്കൊരു പ്രത്യേകത, അത് ദൈവജ്ഞ എന്നാണ്, ദൈവത്തെ അറിയുന്ന രാശിയാണ്. ശ്രീരാമന്റെ നക്ഷത്രം പുണർദം കർക്കിടകൻ രാശിയാണ്. അതുകൊണ്ടാണ് അദ്ദേഹം കാട്ടിലേക്ക് പോകേണ്ടി വന്നത്. മറ്റൊരു നക്ഷത്രം പൂയൻ നക്ഷത്രമാണ്. ആത്മീയമായി നിങ്ങൾക്ക് വളരെയധികം ഉണർവേകുന്ന നക്ഷത്രമാണ് പൂയൻ നക്ഷത്രം. കാരണം അതിൻ്റെ അധികാരി ശനിയാണ്. പിന്നെ മഹാകൗശലക്കാരനായ, മധ്യസ്ഥത വഹിക്കാൻ പ്രാപ്തിയുള്ള, എന്തിനേയും നേരിടുന്ന കാര്യങ്ങൾ 6th സെൻസ് മുൻകൂട്ടി അറിയാവുന്ന ആയില്യം നക്ഷത്രവും ഈ കർക്കിടക രാശിയിൽ തന്നെയാണ്. എന്താണ് ഈ കർക്കിടകം രാശിക്കാർക്ക് ഈ ചാരവശാലുള്ള വ്യാഴമാറ്റത്തിന്റെ ഗുണദോഷങ്ങൾ എന്ന് നമുക്ക് ചിന്തിക്കാം. ഈ 12 രാശികളിലും കർക്കിടകം രാശിക്കാർക്ക് വ്യാഴം ഏറ്റവും നല്ല ഭാവമായ 11ാം ഭാവത്തിൽ നിൽക്കുന്നു. എന്താണ് 11ാം ഭാവം? അതെ, 11ാം ഭാവം എന്നാൽ സർവാഭീഷ്ടാഗമോ ജ്യേഷ്ഠഭ്രാത ജാത നിജാത്മജാഹ വാമകർണോർത്ഥലാഭശ്ച ചിന്താഹ്യേകാദശേന തേ. സർവാഭീഷ്ടം, താൻ ആഗ്രഹിച്ചതൊക്കെ നേടുക. തൻ്റെ ജ്യേഷ്ഠ സഹോദരങ്ങൾ, പൗത്രന്മാരും പൗത്രിമാരും, വാമകർണ ഇടത്തെ ചെവി, അർത്ഥലാഭം, ധനലാഭം, ഇതൊക്കെയാണ് 11ാം ഭാവം കൊണ്ട് ചിന്തിക്കേണ്ടത്. അവിടെയാണ് വ്യാഴം വന്ന് നിൽക്കുന്നത്. ഈ വ്യാഴം ഏതെല്ലാം ഭാവത്തിന്റെ ആധിപത്യമുള്ള ഗ്രഹമാണെന്ന് നിങ്ങൾ ചിന്തിക്കണം. കർക്കിടകൻ രാശിക്കാർക്ക് വ്യാഴം 6ാം ഭാവാധിപനാണ്, 9ാം ഭാവാധിപനാണ്. മാരാർജി, അപ്പൊ എന്താണ് ഈ 6ാം ഭാവം? 6ാം ഭാവം ശത്രുവാണ്. തസ്കര അരാതി വിഘ്നാതിർ വ്യാധയശ്ച തനുക്ഷതിഹി മരണം വാ അരിശസ്ത്രേണ ചിന്തനീയം ഹി ഷഷ്ഠതഃ. 6ാം ഭാവം കൊണ്ട് ചിന്തിക്കേണ്ടുന്നത്
തസ്കരൻ കള്ളൻ, അരാതി ശത്രു, വിഘ്നങ്ങൾ, വ്യാധികൾ, രോഗങ്ങൾ, തനുക്ഷതി ശരീരത്തിനുണ്ടാകുന്ന മുറിവുകൾ, മരണം വ അരിശസ്ത്രേണ ശത്രു മൂലമുണ്ടാകുന്ന മരണം പോലും 6-ാം ഭാവം കൊണ്ട് ചിന്തിക്കണമെന്നാണ്. ഇവിടെ 6-ാം ഭാവാധിപനായ വ്യാഴം 11-ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ രിപുർനിഹന്തി സാഹസൈരരീശ്വരസ്യ വത്സരേ അരോഗതാം ഉദാരതാം അധൃശ്യതാം അതിശ്രിയം എന്നാണ്. രിപുർനിഹന്തി ശത്രുവിനെ നശിപ്പിക്കും 11-ലെ വ്യാഴം. സാഹസൈഹി സാഹസത്തിലൂടെ ശത്രുവിനെ നശിപ്പിക്കും. അരീശ്വരസ്യ 6-ാം ഭാവാധിപന്റെ സമയത്ത് അരോഗത രോഗമില്ലാത്ത അവസ്ഥ, ഉദാരത ഔദാര്യ ഗുണം പ്രകടിപ്പിക്കുക, ഇതൊക്കെ 6-ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം കർക്കിടക രാശിക്കാർക്ക് പ്രദാനം ചെയ്യുന്നു. പക്ഷേ അതിനേക്കാളും പ്രധാനപ്പെട്ട ഒരു ഭാവം 9-ാം ഭാവാധിപനായ വ്യാഴത്തിന്റെ 11-ാം ഭാവത്തിലുള്ള സ്ഥിതിയാണ്. അപ്പൊ എന്താണ് ഈ 9-ാം ഭാവം? 9-ാം ഭാവം ഭാഗ്യധർമ്മ ദയാപുണ്യ തപസ്താത സുധാത്മജാഹ ദാനോപാസന സൗശീല്യ ഗുരവോ നവമാദപി. ഭാഗ്യം, ധർമ്മം, ഉപാസന, തപസ്, പിതാവ്, ഇതൊക്കെ ചിന്തിക്കുന്ന 9-ാം ഭാവം കൊണ്ട്. ഒരു ജാതകത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാവമാണ് 9-ാം ഭാവം. ഭാഗ്യമാണ് എല്ലാവർക്കും വേണ്ടത്. കാശ് കൊണ്ട് കാര്യമില്ല, സന്താനങ്ങൾ ഉണ്ടായിട്ട് കാര്യമില്ല. ഭാഗ്യമുണ്ടെങ്കിൽ മാത്രമേ അനുഭവയോഗം വരികയുള്ളൂ. അതുകൊണ്ടാണ് പാഞ്ചാലിയോട് കുന്തിദേവി പറഞ്ഞത്, ഭാഗ്യവന്തം പ്രസൂയഥാ മാം ശൂരം മാജ പണ്ഡിതം. നീ ഭാഗ്യമുള്ള മക്കളെ പ്രസവിക്കണം, പണ്ഡിതനെയും ശൂരനെയും പ്രസവിക്കണ്ട. എൻ്റെ മകൻ യുധിഷ്ഠിരൻ വലിയ പണ്ഡിതനാണ്, മക്കളായ അർജുനനും ഭീമസേനൻ മഹാപരാക്രമികളാണ്. പക്ഷേ ശൂരാസ്യ പണ്ഡിതാശ്ചൈവ മമ പുത്ര വനങ്കദാഹ. പക്ഷേ ശൂരനും പണ്ഡിതനുമായ എൻ്റെ മക്കളൊക്കെ ഇപ്പോൾ കാട്ടില്ല. മനസ്സിലായില്ലേ? അതിന് ഭാഗ്യം വേണം. ഇവിടെ ഭാഗ്യാധിപനായ 9-ാം ഭാവാധിപനായ വ്യാഴം 11-ൽ നിൽക്കുന്നു. എന്തൊക്കെ ചെയ്യുന്നു? ലഗ്നാൽ പുത്രകളത്രവേ ശുഭോതി പ്രാപ്തേധവ ആരോഗ്യതേ. ഭാഗ്യാധിപനായ വ്യാഴം കർക്കിടകം രാശിയിൽ നിന്നും 5-ാം ഭാവത്തിലേക്ക് നോക്കുമ്പോൾ തൻ്റെ മക്കളുടെ വിവാഹത്തിന് തീരുമാനമുണ്ടാകുന്നു. ചെറുപ്പക്കാർക്ക് സന്താനങ്ങൾ ഉണ്ടാകുന്നു. പ്രായമുള്ള മാതാപിതാക്കൾക്ക് ഒരു കുഞ്ഞിക്കാല് കാണാൻ മാതാപിതാക്കൾക്ക് പൗത്രന്മാരും പൗത്രിമാരും ഉണ്ടാകുന്നു. ഇതിനപ്പുറം എന്ത് ഭാഗ്യം വേണം? 7-ാം ഭാവത്തിലേക്ക് നോക്കുന്നു. എന്താ 7-ാം ഭാവം? വിവാഹം. അപ്പൊ വീട്ടിൽ മംഗളകർമ്മങ്ങൾ നടത്തുന്നു. ഈ വ്യാഴത്തിന്റെ സ്പെഷ്യൽ ദൃഷ്ടി. ഇപ്പോൾ വ്യാഴത്തിന്റെ 5-ാം ഭാവത്തിലേക്കുള്ള ഈ ദൃഷ്ടി കൊണ്ട് സന്താന പരമ്പരയ്ക്കും 7-ാം ഭാവത്തിലേക്കുള്ള ദൃഷ്ടി വൈവാഹിക വിഷയത്തിലേക്കുള്ള തീരുമാനങ്ങൾക്കും കാരണമാകുന്നു. പുതിയ ബന്ധുക്കളുടെ വിവാഹത്തിന് പോകേണ്ടി വരുന്നു. തനിക്ക് പ്രാധാന്യം കൈവരുന്നു സമൂഹത്തിൽ, സമാജത്തിൽ. ഇതാണ് 11-ൽ വ്യാഴത്തിന്റെ ഗുണം. പിന്നീട് 11-ാം ഭാവത്തിൽ വ്യാഴത്തിന്റെ ഭാവഫലം വളരെ ഗുണമാണ്. അഗുപ്യം ച ലാഭേ ഗുരോ കിന്ന ലഭ്യം വദന്തി അഷ്ടധീമന്തം അന്യേ മുനീന്ദ്രാഹ പിതുർഭാരഭൃത് സ്വാംഗജാസ്തസ്യ പഞ്ച പരാർത്ഥ തദർത്ഥോ നജേത് വൈഭവായ. അതിന്റെ അർത്ഥം 11-ൽ വ്യാഴം വരുമ്പോൾ അഗുപ്യം, സ്വർണം, വെള്ളി മുതലായ വിശേഷപ്പെട്ട വസ്തുക്കൾ കൈവരുന്നു എന്നാണ്. എന്താണ് തനിക്ക് ലഭിക്കാത്തത്? എല്ലാം ലഭിക്കും 11-ലെ വ്യാഴം. 11-ലെ വ്യാഴം തിരിഞ്ഞിരിക്കുന്ന ശത്രുക്കളെ പോലും തനിക്ക് പറഞ്ഞ് തൻ്റെ അധീനതയിലും കൈവശത്തിലുമാക്കുവാനും കഴിയുന്നു. അത്ര പവർഫുൾ ആണ് 11-ലെ വ്യാഴം. അഷ്ടമുനിമാരും ഇദ്ദേഹത്തെ ധീമാനാണെന്ന് വാഴ്ത്തുന്നു. അപ്പോൾ രചനാപരമായ കഴിവുകൾക്ക്, എഴുത്തുകാർക്ക്, നോവലിസ്റ്റുകൾക്ക്, താങ്കളും സീരിയലും സിനിമയിലും അഭിനയിക്കുന്ന ആളാണ്, എഴുതുന്ന ആളാണ്, സംവിധാനം ചെയ്യുന്ന ആളാണ്, താങ്കൾക്കും ഈ വ്യാഴമാറ്റം വളരെ അനുകൂലമായിരിക്കും. സിനിമാ മേഖലയുള്ള വ്യക്തികൾക്ക്, എഴുത്തുകാർക്ക്, ക്രിയേറ്റിവിറ്റി ഉള്ളവർക്ക് ഈ വ്യാഴം വളരെയധികം ഗുണം പ്രദാനം ചെയ്യും. കർക്കിടകൻ രാശിക്കാർക്ക് പിതുർഭാരഭൃത്, അച്ഛനുണ്ടാക്കുന്ന ഉത്തരവാദിത്തങ്ങൾ വഹിക്കുക എന്നൊരു യോഗവും 11-ലെ വ്യാഴത്തിനുണ്ട്. തനിക്ക് 5 സഹോദരങ്ങൾ ഉണ്ടാവും, അവരുടെ സൗഖ്യമുണ്ടാകുമെന്നാണ് ചമത്കാര ചിന്താമണിക്കാരൻ പറഞ്ഞിരിക്കുന്നത്. അത് ജാതകാലാണ്, ജാതകാലുള്ള ഫലമാണത്. ചാരവശാൽ നമുക്ക് സഹോദരങ്ങളെ ചിന്തിക്കേണ്ട മാർഗം വേറെയാണ്. ഇപ്രകാരം കർക്കിടക രാശിക്കാർക്ക് വളരെ അനുകൂലമായ ഒരു വ്യാഴത്തിന്റെ ചാരവശാലുള്ള ഫലമാണ് ഡോക്ടർ മാരാർജി നിങ്ങളുമായി ചർച്ച ചെയ്യുന്നത്. നിങ്ങൾക്ക് കൂടുതൽ അറിയാം ഡോക്ടർ മാരാർജിയുമായി
ബന്ധപ്പെടുക. ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ഡോക്ടർ മാരാർജി നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് ചെയ്യാം, കമൻറ്റ് ചെയ്യാം, ഷെയർ ചെയ്യാം. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. നമസ്കാരം.